നമസ്കാരം. കേന്ദ്ര നേതൃത്വത്തിന്റെ അരയും തലയും മുറുക്കിയുള്ള പ്രചരണവും കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും തൃശൂരിൽ ബി.ജെ.പിക്ക് ജയം കൊണ്ടുവരുമെന്ന വിലയിരുത്തലുമായി തൃശൂർ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി. തൃശൂരിൽ സുരേഷ് ഗോപി 20,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ മികച്ച മുന്നേറ്റം തന്നെ സുരേഷ് ഗോപി നടത്തുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. അതിൽ തന്നെ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പാർട്ടി കരുതുന്നത്. തൃശൂരിൽ മാത്രം ഏകദേശം 10,000 വോട്ടിലധികം സുരേഷ് ഗോപി മറ്റുള്ളവരെക്കാൾ അധികം നേടുമെന്നാണ് വിലയിരുത്തുന്നത്. ഇവിടുത്തെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് കേന്ദ്രീകരിച്ചു എന്നാണ് അവർ കരുതുന്നത്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുവെന്നും വിലയിരുത്തലുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം 5,000 വോട്ടുകൾ പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈയുണ്ടെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് സുരേഷ് ഗോപിക്ക് തുണയാകും എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇവിടെ സുരേഷ് ഗോപി 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നേറും. ഇതെല്ലാം ചേർത്തിട്ടാണ് 20,000 എന്ന കണക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ആകെ സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടുകളാണ് ലഭിച്ചത്. ഇക്കുറി ഈ കണക്കുകളിൽ കാര്യമായ മാറ്റമുണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ഏകദേശം 60,000 വോട്ടുകൾ കൂടി സുരേഷ് ഗോപിക്ക് അനുകൂലമായി എത്തിയെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം തന്നെ നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ. ഇടതുപക്ഷത്തിന് വേണ്ടി മണ്ഡലത്തിലെ ജനകീയ മുഖമായ VS സുനിൽകുമാർ ഇറങ്ങിയപ്പോൾ UDFന്റെ നറുക്കു വീണത് K മുരളീധരനായിരുന്നു. BJPക്ക് വേണ്ടി സുരേഷ് ഗോപിയും രംഗത്തിറങ്ങി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും UDF ജയിക്കുമെന്ന് K മുരളീധരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. കേരളത്തിലെ 20 സീറ്റും UDF നേടും എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലം തൃശൂരിൽ പലയിടത്തും കാണാൻ കഴിയുമെന്നും മുരളീധരൻ പറയുകയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ചില CPM വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങളിലൊന്ന് അതാണ്. UDFന് കിട്ടേണ്ട വോട്ടുകളിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് തങ്ങളുടെ പ്രാഥമികമായുള്ള വിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. മിനിമം 25,000 വരെ ഭൂരിപക്ഷം ലഭിച്ചേക്കാം. അതിന് മുകളിൽ എത്രയും പോകാമെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ UDFന് പരാജയഭീതിയില്ലെന്നും CPMഉം BJPയും തമ്മിൽ അന്തർധാരയുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. മുരളീധരനായിരുന്നു തൃശൂരിലെ UDF സ്ഥാനാർത്ഥി. LDFനായി VS സുനിൽകുമാറും NDAക്കായി സുരേഷ് ഗോപിയുമാണ് മത്സരിച്ചത്. കേരളത്തിൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിലാണ് തൃശൂർ.